എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ അടുത്ത വീഡിയോ, അതായത് 4ാമത്തെ വീഡിയോ, 15,000 കിലോമീറ്റർ ഓടിച്ചതിന് ശേഷമുള്ള ആക്ച്വൽ റേഞ്ച് ടെസ്റ്റ്. ഹാരിയർ EVക്ക് എത്ര റേഞ്ച് കിട്ടും? പലരും പല വീഡിയോസ് ഇതിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഇത്രയും നാളത്തെ യൂസർ എക്സ്പീരിയൻസും 6 മാസം വണ്ടി ഓടിച്ചതിൻ്റെ ഒരു ഫീഡ്ബാക്കും ബേസ് ചെയ്തിട്ടുള്ള ആക്ച്വൽ റേഞ്ച് ടെസ്റ്റ് റിവ്യൂ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കുറച്ച് 3-4 ബേസിക് കാര്യങ്ങളാണ് ചർച്ച ചെയ്യുക. ഒന്ന്, ടാറ്റ പറയുന്ന പോലെ 500 കിലോമീറ്ററിന് മേളിൽ മൈലേജ് എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ? 2, സാധാരണ രീതിയിൽ നമ്മൾ ഓടിക്കുമ്പോൾ നമുക്ക് എത്ര റേഞ്ച് കിട്ടും? 3, ഈ പറഞ്ഞ പോലെ കമ്പാരിസൺ, നമ്മുടെ ഡ്രൈവിംഗ് പാറ്റേണിലുള്ള കമ്പാരിസണിലാണ് ഈ റേഞ്ചിന്റെ വേരിയേഷൻ മുഴുവൻ വരുന്നത്. അപ്പൊ ആ ഒരു ഡ്രൈവിംഗ് പാറ്റേണിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ പലയിടത്ത് ടെസ്റ്റ് ചെയ്തതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്, ഈ 3 കാര്യങ്ങൾ നമുക്ക് ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. ഞാൻ ഈ റേഞ്ചിനെ പറ്റി ഒരു ഡിസ്കഷൻ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നു. നമ്മുടെ 15,000 കിലോമീറ്ററിന്റെ വണ്ടിയുടെ ഒരു യൂസർ റിവ്യൂവില് നമ്മൾ ഈ ക്ലെയിമിനെ പറ്റിയിട്ടുള്ള റേഞ്ചിനെ പറ്റിയിട്ടുള്ള ക്ലെയിം എത്ര വരും, അല്ലെങ്കിൽ നമുക്ക് എന്ത് റേഞ്ച് കിട്ടും എന്നുള്ളൊരു ചെറിയൊരു ഡിസ്കഷൻ അതിലുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ റേഞ്ചിനെ പറ്റി മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ. കാരണം ഞാൻ വണ്ടി എടുത്ത മുതൽ നോക്കിട്ടിരിക്കുന്ന ഒരു സാധനമാണ് എത്ര റേഞ്ച്. ഓരോ ചാർജിലും ഞാൻ നോക്കും, ഈ ചാർജിൽ എത്ര റേഞ്ച് കിട്ടിയത്. കാരണം നമുക്കതൊരു കോമൺ ഒരു ക്യൂരിയോസിറ്റിയാണ് എത്ര കിട്ടും എന്നുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം വണ്ടി എടുക്കുമ്പോൾ എപ്പോ ചാർജ് ചെയ്താലും ഇപ്പോഴും ചാർജ് ചെയ്യുമ്പോൾ ആദ്യം കാണിക്കുന്ന കിലോമീറ്റർ റേഞ്ച് 550-558 കിലോമീറ്റർ ഒക്കെയാണ്. അപ്പൊ ഈ 500 മേളില് റേഞ്ച് കാണിച്ചു തുടങ്ങിയിട്ട് പിന്നെ അത് കുറഞ്ഞു വരും. അങ്ങനെ ഏതൊരു ഇലക്ട്രിക് വണ്ടി യൂസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും ഇത് എത്ര കിലോമീറ്റർ ഓടി, 1 കിലോമീറ്ററിന് എത്ര രൂപ വെച്ചാകും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. ഒരു നോർമൽ രീതിയിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ, അതായത് നമ്മൾ 80-90 കിലോമീറ്റർ പെർ അവറൊക്കെ ഞാൻ ഈ സാറിന് ഓടിക്കുന്ന 90 കിലോമീറ്റർ പെർ അവറിലാണ്. നമ്മൾ വേറെ സാധാരണ വണ്ടി ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ്. നമ്മൾ ആക്സിലറേഷൻ കൂട്ടി ഓടിക്കാൻ നോക്കി കഴിഞ്ഞാൽ റേഞ്ച് കുറയും. അതുപോലെ തന്നെ നമ്മൾ ഹില്ലി ഏരിയാസിലൊക്കെ പോയി കഴിഞ്ഞാൽ റേഞ്ച് കുറയും. സിറ്റിയിലൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തി പോകുമ്പോൾ സാധാരണ വണ്ടികൾക്ക് മൈലേജ് എങ്ങനെ കുറയുന്നു അതുപോലെ തന്നെയാണ് EV വണ്ടികൾക്ക് മൈലേജിന്റെ വേരിയേഷൻ. അപ്പൊ നമ്മളൊരു ഹൈവേയിൽ, ഞാൻ ലഡാക്കിൽ ഓടിച്ചു ഈ വണ്ടി, ഹിമാലയത്തിൽ ഓടിച്ചു, അതായത് ഹില്ലി ഏരിയാസിൽ ഓടിച്ചു, ഹൈവേസിൽ ഓടിച്ചു, എക്സ്പ്രസ് വേയില് ക്രൂസ് കൺട്രോൾ മോഡിൽ ഓടിച്ചു, നമ്മൾ ഗോവ കേരള ഹൈവേയിൽ ഓടിച്ചു. അങ്ങനെ പലയിടത്തും ഈ വണ്ടി ഓൾറെഡി 15,000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ എവിടെയൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോ ബേസിക്കലി നമ്മളൊരു 80-90 കിലോമീറ്റർ പെർ അവറിൽ ഓടിക്കുകയാണെങ്കിൽ ഒരു 440-450 കിലോമീറ്റർ ആണ് നമുക്ക് സാധാരണ കിട്ടുന്നത്. 500 കിലോമീറ്റർ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടിയിട്ടുണ്ട്. അതിന് പക്ഷേ നമ്മുടെ ഡ്രൈവിംഗ് പാറ്റേൺ മാറ്റണം. ഈ വണ്ടി ഹാരിയർ EV എന്ന് പറയുന്നത് ഒരു ഹൈ പെർഫോമൻസ് വണ്ടിയാണ്. പെർഫോമൻസ് ഒരു രക്ഷയില്ല, അടിപൊളി പെർഫോമൻസ് ആണ്. അപ്പൊ നമ്മൾ പെർഫോമൻസ് ആണോ നമുക്ക് വേണ്ടത്, മൈലേജ് ആണോ വേണ്ടത് എന്നുള്ള പ്രയോറിറ്റി പോലെ ഇരിക്കും. അപ്പൊ നമുക്ക് മൈലേജ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലോ ആയിട്ടും സ്ലോ ആക്സലറേഷനിലും എക്കോണമി മോഡലൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല മൈലേജ് കിട്ടും. അതേ സമയത്ത് നമുക്ക് മൈലേജ് അല്ല പവർ ആണ് വേണ്ടതെന്ന് വെച്ചുള്ള രീതിയിലാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ മൈലേജ് നല്ലോണം കുറയ്ക്കും. അപ്പോ അതൊരു ഡ്രൈവിംഗ് പാറ്റേണിലുള്ള വേരിയേഷൻ ആണ് ആക്ച്വലി നമുക്കുള്ള റേഞ്ചിലുള്ള വ്യത്യാസം. ചിലർ 100 കിലോമീറ്ററിലൊക്കെ ഹൈ ആക്സലറേഷനിലൊക്കെ ഓടിക്കുന്നവർക്ക് 400 കിലോമീറ്ററിൽ താഴെ കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ കമ്പനി പറയുന്ന റേഞ്ച് ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ കിട്ടൂല. കാരണം അതാണ് അവരുടെ ഡ്രൈവിംഗ് പാറ്റേൺ. നമ്മൾ പതുക്കെയാണ് ഓടിക്കുന്നത്, അല്ലെങ്കിൽ ഒരു റീസണബിളി 80-90 കിലോമീറ്റർ പെർ അവറൊക്കെയാണ് ഓടിക്കുന്നതെങ്കിൽ നല്ല റേഞ്ച് കിട്ടുന്നുണ്ട് വണ്ടിക്ക്. അപ്പൊ ഞാൻ നമ്മൾ ലഡാക്കിൽ പോയ സമയത്ത് ഒരു എക്സ്പ്രസ് വേയില് ക്രൂസ് കൺട്രോൾ മോഡിൽ പല കിലോമീറ്റർ പെർ അവറിൽ നമ്മൾ ഓടിച്ചിരുന്നു. അപ്പൊ ഞാൻ സ്ഥിരം ഓടിക്കുന്ന ഈ പറഞ്ഞ പോലെ 80-90 ആയതുകൊണ്ട് എനിക്ക് ആദ്യം ടെസ്റ്റ് ചെയ്യുന്നത് 90 കിലോമീറ്റർ പെർ അവറിൽ ഞാൻ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എത്ര ഓടും എന്നുള്ളതായിരുന്നു. അപ്പൊ 90 കിലോമീറ്റർ പെർ അവറിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓടിക്കഴിഞ്ഞാൽ 500 കിലോമീറ്റർ വരെ ഈസി ആയിട്ട് ഓടും. കാരണം ഓരോ 10% ചാർജിലും 50-55 കിലോമീറ്റർ ഓടുന്നുണ്ടായിരുന്നു. അതേ സാധനം ഞാൻ 110 കിലോമീറ്റർ ആക്കി വെച്ചപ്പോൾ പെട്ടെന്ന് ഡ്രോപ്പായി. 110 കിലോമീറ്റർ നമ്മൾ ക്രൂസ് കൺട്രോൾ ഓടിച്ച് കഴിയുമ്പോഴത്തേക്ക് 100 മേളിൽ കയറി കഴിഞ്ഞാൽ റേഞ്ച് പെട്ടെന്ന് ഡ്രോപ്പ് ആവും. അതുപോലെ തന്നെ നമ്മളൊരു 80-ലാണ് ഓടിക്കുന്നതെങ്കിൽ 600 അടുപ്പിച്ച് വരെ റേഞ്ച് നമുക്ക് കിട്ടാം. കാരണം 10% ചാർജില് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 10% ചാർജ് ഡൗൺ ആവുന്ന വരെ 80 കിലോമീറ്റർ പെർ അവർ ക്രൂസ് കൺട്രോൾ ഓടിച്ചപ്പോൾ എനിക്ക് 62 കിലോമീറ്റർ ആണ് 10% ഓടിയത്. 100 കിലോമീറ്റർ 100%, 620 ഓടില്ലെങ്കിലും 550 വരെയൊക്കെ ഓടും. അപ്പൊ അതാണ് ആ സ്പീഡിനെയും ഡ്രൈവിംഗ് പാറ്റേണിനെയും വേരി ചെയ്തിട്ടുള്ള റേഞ്ചിന്റെ വ്യത്യാസം.
നമ്മൾ ലഡാക്കിൽ പോയപ്പോ സോൻമർഗ് വഴി നമ്മൾ കാർഗിൽ പോയിരുന്നു. അപ്പൊ ശ്രീനഗർ ടു കാർഗിൽ അപ്പിലാണ്. അപ്പൊ ശ്രീനഗർ ടു കാർഗില് നമ്മൾ ഫുൾ ചാർജിൽ ശ്രീനഗറിൽ നിന്ന് ഇറങ്ങിയിട്ട് 200 കിലോമീറ്റേഴ്സ് കാർഗിലുള്ള നമ്മൾ കാർഗിൽ എത്തിയപ്പോഴത്തേക്കും 45% ചാർജ് ഉള്ളത്. അതായത് ഒരു 55% ചാർജിൽ നമുക്ക് 200 കിലോമീറ്റർ എന്ന് ഓടിയുള്ളൂ. കാരണം അത് കുറെ കയറ്റങ്ങളുണ്ടായിരുന്നു. അത് തിരിച്ച് നമ്മൾ ഇറങ്ങിയപ്പോൾ അതുപോലെ തന്നെ കാർഗിലിൽ നിന്ന് ഫുൾ ചാർജ് ആയിട്ട് തിരിച്ചിറങ്ങി പത്താൻകോട്ട് വരെ, അതായത് ശ്രീനഗർ വരെ നമുക്കൊരു 30% ചാർജിൽ ശ്രീനഗറിലെത്തി. റീജനറേഷൻ കിട്ടും ഈ നമ്മള് ഡൗൺ ഹില്ല് വരുമ്പോ. അപ്പൊ റീജനറേഷനോട് കൂടി നമ്മൾ പത്താൻകോട്ട് വരെ 515 കിലോമീറ്റർ ആണ്. ആ 515 കിലോമീറ്റർ പത്താൻകോട്ടിൽ എത്തുമ്പോൾ 5% മാത്രം ചാർജ് ബാക്കിയുള്ള രീതിയിൽ വരെ നമുക്ക്. അത് ഞാൻ അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെയാണ് ഓടിച്ചത്. ഡൗൺ ഹിൽ ആയതുകൊണ്ട് കുറെ റീജനറേഷൻ കിട്ടിയതുകൊണ്ടാണ് ആ ഒരു റേഞ്ച് കിട്ടിയത്. അപ്പൊ അങ്ങനത്തെ നമ്മുടെ ഡ്രൈവിംഗ് പാറ്റേണിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിന്റെ റേഞ്ച്. അപ്പൊ ഓവറോൾ 400 കിലോമീറ്റർ റേഞ്ച് കണക്കാക്കുക. കാരണം ലാസ്റ്റ് 10% നമ്മൾ യൂസ് ചെയ്യില്ല, നമുക്ക് ചാർജ് ചെയ്യണം. അപ്പൊ 90%-ൽ 400 കിലോമീറ്റർ ഓടും നമ്മുടെ മനസ്സിൽ കണക്കാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കിത് പ്ലാൻ ചെയ്ത് കൊണ്ടുപോകാം. ഞാൻ നോക്കുന്നത് ഇപ്പൊ എന്റെ ബാറ്ററി ബാലൻസ് ഉള്ളത് 50%. അപ്പൊ എന്തായാലും ഇനി 200 കിലോമീറ്റർ ഓടും. എത്ര ശതമാനമാണോ ബാലൻസ് ബാറ്ററി ഉള്ളത് ഇൻറ്റു 4 ചെയ്യുക. അത് ഒരു നമുക്കിനി കിട്ടുന്ന റേഞ്ച് ആയിട്ട് കാണിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എത്ര റേഞ്ച് നമുക്ക് ഇനി കിട്ടും എന്നുള്ളൊരു കാൽക്കുലേഷൻ കിട്ടും. അപ്പൊ അതായിരുന്നു ഇന്നത്തെ വീഡിയോയിലൊരു മെയിൻ സംഭവം. ഇത് നമ്മുടെ ഡ്രൈവിംഗ് ഹാബിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് റേഞ്ച്. പല റേഞ്ചും കിട്ടും. അത് ഈ നമ്മുടെ ബാക്കി വണ്ടികളുടെ റേഞ്ച് പറഞ്ഞ പോലെ തന്നെ മൈലേജ് 15 മുതൽ 25 വരെ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഡ്രൈവിംഗ് ഹാബിറ്റും നമ്മൾ ഉപയോഗിക്കുന്ന റോഡ്സിന്റെയും കണ്ടീഷന്റെയും പോലെ ആയിരിക്കും റേഞ്ച്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ച് ട്രാവൽ റിലേറ്റഡ് അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് കാണാം. അതിന് മുന്നേ നമ്മൾ കഴിഞ്ഞ വീഡിയോ, അതായത് ഒരു 15,000 കിലോമീറ്ററിൽ നമ്മൾ വണ്ടി ഓടിച്ചതിന് ശേഷമുള്ള ഓവറോൾ പെർഫോമൻസ് റിവ്യൂവിന്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ വണ്ടിയുടെ ഒരു ഓവറോൾ പെർഫോമൻസും റിവ്യൂവും സർവീസും ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇനി വരുന്ന വീഡിയോസ് 1-2 നമ്മുടെ EV മാറി. ഞാൻ അത്യാവശ്യം ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. ഞാനൊരു 30ഓളം രാജ്യങ്ങളിൽ ഓൾറെഡി ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി വരുന്ന 1-2 വീഡിയോസ് നമ്മുടെ ആ രാജ്യങ്ങളിൽ പോയ എക്സ്പീരിയൻസും അവിടുത്തെ കുറച്ച് കാര്യങ്ങളും ആയിരിക്കും. പിന്നെ നമ്മുടെ ലഡാക്ക് ട്രിപ്പിൽ നമ്മൾ കണ്ട കുറച്ച് സ്ഥലങ്ങളും അവിടുത്തെ ഒരു വേറിട്ട കുറച്ച് കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.